70കളുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും കുറച്ച് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ അന്നത്തെ ജീവിത രീതി കുറച്ചും കൂടി സീരിയസ് ആയിരുന്നു. ഇങ്ങനെയുള്ള ചർച്ചയിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയില്ല, എങ്കിലും ഞാൻ പറയണം. പൊതുവെ കുടുംബ പശ്ചാത്തലം, അന്ന് വന്ന കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം, അവരുടെ കോളേജിൽ തന്നെ മറ്റുള്ള അന്തരീക്ഷങ്ങൾ, പൊതുവെ രാഷ്ട്രീയ അന്തരീക്ഷം, ഇതൊക്കെ കുറച്ചും കൂടിയും കലുഷിതമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടിയും സീരിയസ് ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങളെല്ലാവരും ഭയങ്കര ഭാഗ്യവന്മാരാണ്. എനിക്ക് തോന്നുന്നത് ഭാഗ്യവതികളാണ്. രണ്ട് കാരണമുണ്ട്. ഒന്ന്, നിങ്ങളുടെ പാരൻസ് നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. എല്ലാ വീട്ടിലും ഒരു കുട്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആൺകുട്ടി, അങ്ങനെയൊക്കെ പാരൻസിൻ്റെ ഒരുപാട് കെയർ കിട്ടിയിട്ടാണ് നിങ്ങളൊക്കെ കോളേജിൽ വരുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കോളേജിലേക്കാണോ പോകുന്നത്, ചന്തയിലേക്കാണോ പോകുന്നത് തന്നെ പാരൻസിന് അറിയില്ല. ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ സ്വന്തം ജീവിതം സ്വയം രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ടെൻസ്ഡ് ആയിരുന്നു. വേറെ രീതിയിൽ ലൈഫിന് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു. പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും ആകാൻ പറ്റുമോ ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു അരക്ഷിതാവസ്ഥ മൊത്തത്തിൽ കോളേജിൻ്റെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അതിൻ്റെ അസ്വസ്ഥതകൾ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടുന്ന കുട്ടികൾ കുറേ കൂടി ഹാപ്പിയാണ്, അല്ലേ? നിങ്ങളുടെയൊക്കെ മുഖത്ത് ഞങ്ങൾ കാണുന്നത് ഭയങ്കര പ്രസന്നതയാണ്, ഇല്ലേ? ഈ ഒരു സന്തോഷം ശരിക്കും പറയണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇൻ്റർവ്യൂകളിൽ പറയാറുണ്ട്, എൻ്റെ സിനിമകളിൽ കൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഈ പ്രസാദാത്മകത. അത് കഴിഞ്ഞ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തില്ല. ഞങ്ങളുടെ പഠിക്കുന്ന കാലത്ത് താടിയെ കൊളത്തി കണ്ടല്ലേ നിങ്ങൾ? അന്നത്തെ സിനിമകളിൽ താടിയെ കൊളത്തി ഭയങ്കര അസ്തിത്വ ദുഃഖം ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ചില ആൾക്കാർ, നടക്കുന്നതൊക്കെ വളരെ സ്ലോയില്, അങ്ങനെ സംസാരിക്കുന്നത് വളരെ സ്ലോയില്, ബീഡിയൊക്കെ ഇങ്ങനെ ആഞ്ഞ് വലിച്ച് കണ്ടല്ലോ. അന്നത്തെ സിനിമയിലൊക്കെ അങ്ങനെയാണ്. ഇന്ന് പുകവലി തന്നെ കോളേജിൽ ഇല്ലാണ്ടായിരിക്കുന്നു, അല്ലേ? കോളേജിൽ പുകവലിക്കാൻ പാടില്ല, അത് ശരി. പക്ഷെ എന്തായാലും ഈ കുട്ടികൾക്ക് അതല്ലേ, സ്മോക്കിംഗ് ഇഞ്ചുറീസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വേണ്ടാന്ന് വെക്കുന്നു. പണ്ടൊന്നും അങ്ങനെയല്ല. പണ്ട് അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. രാഷ്ട്രീയമായിട്ടും അങ്ങനെയാണെങ്കിലും വളരെ രൂക്ഷമായ രാഷ്ട്രീയ വ്യവസ്ഥിതികളുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇന്നതൊക്കെ മാറിയിട്ട് നിങ്ങൾ പരസ്പരം ഭയങ്കരമായിട്ട് സൗഹൃദം പങ്കുവെക്കുന്നുണ്ട്. ഈ സൗഹൃദം പങ്കുവെക്കുന്നത് വളരെ എന്താ പറയുക, നിഷ്കളങ്കമായിട്ടും സത്യസന്ധമായിട്ടും സൗഹൃദം പങ്കുവെക്കുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിലെ കോളേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ഞാൻ എൻ്റെ സിനിമകളിൽ കൂടി പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു സൗന്ദര്യം, അല്ലേ? അതിൻ്റെ ഒരു നിഷ്കളങ്കത. നിങ്ങൾ പ്രേമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വളരെ ഫ്രാങ്കാണ്, അല്ലേ? അതിൻ്റെ അകത്ത് കള്ളത്തരമില്ല. പണ്ട് പറഞ്ഞിരുന്നതിൽ കള്ളത്തരം ഉണ്ടായിരുന്നു. അതിനറിയാതെ അതിൻ്റെ അടിയിൽ കാമത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇന്ന് കാമം ഉണ്ടെങ്കിൽ പോലും അത് ഫ്രാങ്കാണ്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ആ ഫ്രാങ്ക്നെസ് നിങ്ങളുടെ ഈ പുതിയ തലമുറയിൽ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അത് ഞങ്ങളുടെ സിനിമകളിൽ ഞങ്ങളത് കാണിക്കാൻ ശ്രമിക്കുകയാണ്.